External ear. External ear direct the sound waves toward tympanic membrane. Sound waves produce pressure changes over the surface of tympanic membrane. Accumulation of wax prevents conduction of sound. In many animals, the auricle അല്ലെങ്കിൽ pinna can be turned to locate the source of sound. കുറേ അനിമൽസിൽ എക്സ്റ്റേണൽ ഇയറിൽ വരുന്നതാണ് ഓറിക്കിൾ അല്ലെങ്കിൽ പിന്ന എക്സ്റ്റേണൽ ഓഡിറ്ററി എക്സ്റ്റേണൽ ഓഡിറ്ററി പറഞ്ഞിട്ട്. അപ്പോൾ ഈ പിന്നയിൽ വരുന്ന സംഭവമാണ് ചില അനിമൽസിലൊക്കെ കാണാൻ നമുക്ക് സൗണ്ട് ഡിറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരെ ചെവി ആട്ടുന്നത്. അതെന്തുകൊണ്ടാണ്? ഓറിക്കിളിന്റെ ഇതുകൊണ്ടാണ്. AURICLE. ഓറിക്കിൾ ക്യാൻ ബി ഫോൾഡഡ് ടു അവോയ്ഡ് അൺവാണ്ടഡ് സൗണ്ട്. ഒരിക്കലും അൺവാണ്ടഡ് സൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കേൾക്കണ്ടെങ്കിൽ നമുക്ക് ചെവിനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ മാൻ ദ എക്സ്ട്രിക് ആൻഡ് ഇൻട്രിൻസിക് മസിൽസ് ഓഫ് ഒറിക്കിൾ ആർ rudimentary and the movement is not possible. പക്ഷെ എന്താണ്, മനുഷ്യനിൽ അത് പോസിബിൾ അല്ല എന്നാ പറയുന്നത്. റോൾ ഓഫ് മിഡിൽ ഇയർ. മിഡിൽ ഇയറിന്റെ റോൾ എന്താന്ന് നോക്കാം. റോൾ ഓഫ് ടിംബാനിക് മെമ്പറൈൻ. അതിൽ പറഞ്ഞ റോൾ ഓഫ് ടിംബാനിക് മെമ്പറൈൻ ഉണ്ട്, റോൾ ഓഫ് ഓഡിറ്ററി മസിൽസ് ഉണ്ട്. റോൾ ഓഫ് ടിംബാനിക് മെമ്പറൈൻ പറഞ്ഞ ഡ്യൂ ടു ദ പ്രഷർ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ് ബൈ സൗണ്ട് വേവ്സ് ടിംബാനിക് മെമ്പറൈൻ വൈബ്രേറ്റ്. അപ്പോൾ ഡ്യൂ ടു പ്രഷർ ചേഞ്ചസ് പ്രൊഡ്യൂസ്ഡ്, പ്രഷർ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ സൗണ്ട് തന്നെ പ്രഷർ ചേഞ്ച് ഉണ്ടാവുമ്പോൾ സൗണ്ട് വേവ്സ് ടിംബാനിക് മെമ്പറൈനിൽ പോയിട്ട് വൈബ്രേറ്റ് ആവും. എന്താണ് റോൾ ഓഫ് ടിംബാനിക് മെമ്പറൈൻ? നമ്മൾ സൗണ്ട് പലതരം സൗണ്ട് ആകുമ്പോൾ സൗണ്ട് വേവ്സ് ഡിഫറൻസ് ആവുമ്പോൾ എന്തുണ്ടാവും, പ്രഷർ ചേഞ്ച് ആവും. അപ്പൊ എന്ത് ചെയ്യും, ടിംബാനിക് മെമ്പറൈൻ വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ് മൂവ്സ് ഇൻ ആൻഡ് out of middle ear. Thus tympanic membrane act as a resonator that reproduce the vibration of sound. Thus tympanic membrane act as a resonator that reproduce the vibration of sound. അതാണ് റോൾ ഓഫ് ടിംബാനിക് മെമ്പറൈൻ. ഇനി റോൾ ഓഫ് ഓഡിറ്ററി ഓസിക്കിൾസ്. Vibration set up in tympanic membrane are transmitted through the malleus and incus and reach the stapes, causing to and fro movement of stapes against oval window and against perilymph present in scala vestibuli of cochlea. അതായത് നമ്മൾ ഈ വൈബ്രേഷൻ ടിംബാനിക് മെമ്പറൈൻ വൈബ്രേറ്റ് ചെയ്യുന്ന പറയില്ലേ, അതെന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്ത് ഓഡിറ്ററി ഓസിക്കിൾസ് ആയ മാലിയസിക്ക് പോവും, പിന്നെ ഇംഗസിക്ക് പോവും, പിന്നെ ഇങ്ങോട്ട് റീച്ച് ചെയ്യും സ്റ്റേപ്പസിക്ക് റീച്ച് ചെയ്യും. കോസിംഗ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് ഓഫ് സ്റ്റേപ്പസ് അഗെയിൻസ്റ്റ് ഓവൽ വിൻഡോ. സ്റ്റേപ്പസിന് ഓവൽ വിൻഡോന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അത് പെരിലിംഫ് ഇതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സ്കാല വെസ്റ്റിബിലി കോക്ലിയയുടെ സ്കാല വെസ്റ്റിബിലൊക്കെ എന്താവും, ഇത് പ്രസന്റ് ആവും. ഈ വൈബ്രേഷൻ എങ്ങനെയൊക്കെയാണ്? റോൾ ഓഫ് ഓഡിറ്ററി ഓസിക്കൽ വൈബ്രേഷൻ, ടിംബാനിക് മെമ്പറൈൻ വൈബ്രേറ്റ് ചെയ്യും, പ്രഷർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ റോൾ ഓഫ് ടിംബാനിക് പ്രഷർ വൈബ്രേഷൻ ആവും അല്ലെ. ഈ വൈബ്രേഷൻ റോൾ ഓഫ് ഓഡിറ്ററി ഓസിക്കിൾസ് എന്താ പറയുക, വൈബ്രേഷൻ സെറ്റപ്പ് ചെയ്ത് ടിംബാനിക് മെമ്പറൈനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് മാലിയസ് ഇംഗസിക്ക് സ്റ്റേപ്പസ്ക്ക് പോകും. കോസിംഗ് ടു ആൻഡ് ഫ്രോ മൂവ്മെന്റ് സ്റ്റേപ്പസ് ഓവൽ വിൻഡോ ആൻഡ് അഗെയിൻസ്റ്റ് പെരിഫിൽ പ്രസന്റ് ഇൻ സ്കാല വെസ്റ്റിബിലി ഓഫ് കോക്ലിയ. ഇനി അതാണ് മിഡിൽ ഇയറിൽ പറയുന്നത്. ഇനി അതിൽ പറഞ്ഞത് ഇംപെഡൻസ് മാച്ചിങ്. ഇംപെഡൻസ് മാച്ചിങ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് tympanic membrane and auditory ossicle convert the sound energy into mechanical vibration in cochlear fluid with minimum loss of energy by matching the impedance offered by fluid. ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇംപെഡൻസ് മാച്ച് ഒരു പ്രോസസ്സാണ് വിച്ച് ടിംബാനിക് മെംബ്രെയിനും ഓഡിറ്ററി ഓസിക്കിൾസും സൗണ്ടിനെ കൺവേർട്ട് ചെയ്യുക. എങ്ങോട്ട്? കൺവേർട്ട് എനർജി ഇൻ ടു മെക്കാനിക്കൽ വൈബ്രേഷൻസ് ഇൻ കോക്ലിയർ ഫ്ലൂയിഡിൽ വിത്ത് മിനിമം ലോസ് ഓഫ് എനർജി ബൈ മാച്ചിങ് ഇംപെഡൻസ് ഓഫേർഡ് ബൈ ഫ്ലൂയിഡ്. അതായത് കോക്ലിയർ ഫ്ലൂയിഡിലെ മിനിമം ലോസ് ഓഫ് എനർജി ആയിട്ട്
ഇംപെഡൻസ് മാച്ചിങ് പറഞ്ഞാൽ ടിമ്പാനിക് മെംബ്രെയിനും ഓഡിറ്ററി ഓസിക്കിൾസും സൗണ്ട് എനർജിനെ മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റിയാണ് കോക്ലിയർ ഫ്ലൂയിഡിലും. ഓക്കെ, ഇംപെഡൻസ് മീൻസ് ഒബ്സ്ട്രക്ഷൻസ് ഓർ ഓപ്പോസിഷൻ ടു ദ പാസേജ് ഓഫ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെയാണ് എന്ത് പറയുന്നത്, ഇംപെഡൻസ് എന്ന് പറയുന്നത്. വെൻ സൗണ്ട് വേവ്സ് റീച്ച് ഇന്നർ ഇയർ ദ ഫ്ലൂയിഡ് പെരിലിവ് ഇൻ കോക്ലിയ ഓഫർ ഇംപെഡൻസ്. ഇപ്പോൾ സൗണ്ട് വേവ്സ് ഇന്നർ ഇയറിലാണെങ്കിൽ പെരിലിവ് ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, കോക്ലിയറെ ഓഫർ ചെയ്യും, എന്ത് ഇംപെഡൻസ് ഓഫർ ചെയ്യും, അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ ഫ്ലൂയിഡ് റെസിസ്റ്റ് ദ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ inertia. Tympanic membrane and auditory ossicles effectively reduce the sound impedance. ഇംപെഡൻസിന് മനസ്സിലാവും, ഓപ്പോസിഷൻ ആവാണ്. എന്താ ചെയ്യുന്നത് ഇംപെഡൻസ് ആണ് ടിമ്പാനിക് മെമ്പറൈനും ഓഡിറ്ററി ഓസിക്കിൾസും സൗണ്ട് എനർജീനെ മെക്കാനിക്കൽ വൈബ്രേഷൻ, കോക്ലിയർ ഫ്ലൂയിഡ് മെക്കാനിക്കൽ വൈബ്രേഷൻ ആക്കി മാറ്റുന്നതിനാണ് ഇംപെഡൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഇത് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇംപെഡൻസ് മാച്ചിങ്. ഇംപെഡൻസ് മാച്ചിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് മിഡിൽ ഇയർ. മിഡിൽ ഇയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഫംഗ്ഷൻ ആണ് എന്ത്, ഇംപെഡൻസ് എന്ന് പറയുന്നത്. സൗണ്ട് വരുന്നതിന്റെ ഓപ്പോസിറ്റ് ആവാന്നുള്ളത്. ബിക്കോസ് ഓഫ് ഇംപെഡൻസ് മാച്ചിങ് ദ സൗണ്ട് വേവ് സ്റ്റിമുലി ആർ ട്രാൻസ്മിറ്റഡ് ടു കോക്ലിയർ വിത്ത് മിനിമം ലോസ് ഓഫ് ഇന്റൻസിറ്റി. വിത്തൗട്ട് ഇംപെഡൻസ് മാച്ചിങ് conductive difference occurs. The types of conduction. Conduction of sound from external ear to internal ear through middle ear occurs by 3 routes. Conduction of sound എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇയറിന് ഇന്റേണൽ ഇയറിന്, ഇന്റേണൽ ഇയറിന് എങ്ങോട്ടാണ്, മിഡിൽ ഇയറിൽ. അങ്ങനെ 3 റോഡ്സ് ആണുള്ളത്. അതൊക്കെ ഓസിക്കിൾ കണ്ടക്ഷൻ, എയർ കണ്ടക്ഷൻ, ബോൺ കണ്ടക്ഷൻ. ടൈപ്സ് ഓഫ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ഇയറിന് കണ്ടക്ഷൻ സൗണ്ട് ഫ്രം എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, പിന്നെ അങ്ങനെ ഇന്റേണൽ ഇയർക്ക് എത്തും. അപ്പൊ അങ്ങനെ ഒരു എന്താണല്ലോ പറയുന്നത്, ഒരു 3 റോഡ്സ് ആയിട്ടാണ് പറയുന്നത്. ഏതിലേക്കാണ് 3 റോഡ്സ് ഏതൊക്കെയാണ്, ഇത് എക്സ്റ്റേണൽ ഇയറിന്, മിഡിൽ ഇയർക്ക്, ഇന്റേണൽ, അങ്ങനെ ഈ 3 ഇയർക്കും എത്തുന്ന ഇതിന്റെ റോഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓസിക്കൽ കണ്ടക്ഷൻ, എയർ കണ്ടക്ഷൻ, ബോൺ കണ്ടക്ഷൻ. Ossicular conduction എന്ന് പറഞ്ഞാൽ ossicular conduction is the conduction of sound waves through middle ear by auditory ossicles. In normal condition, the sound waves are conducted through auditory ossicles. Ossicular conduction പറഞ്ഞാൽ ossicular conduction is the conduction of sound waves through middle ear by auditory ossicle. Auditory sound waves ആണ് മിഡിൽ ഇയറിൽ ഉള്ള ഓസിക്കൽ ഇയർസ് ആണ് auditory ossically conduction. In normal conduction, the sound waves are conducted through auditory ossicles. Normal waves-ലുള്ള നോർമൽ കണ്ടക്ഷനില്ല സൗണ്ട് വേവ്സ് ഒക്കെ കണ്ടക്ട് ചെയ്താണ് ഓഡിറ്ററി ഓസിക്കിൾസ് വഴി. എയർ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എയർ കണ്ടക്ഷൻ ഈസ് ദ കണ്ടക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ത്രൂ എയർ ഇൻ മിഡിൽ ഇയർ. ഓസിക്കിൾ പറഞ്ഞാൽ അതൊരു കണ്ടക്ഷൻ ആണ്, സൗണ്ട് വേവ്സിന്റെ ഒരു കണ്ടക്ഷൻ ആണ് മിഡിൽ ഇയറിലുള്ള ഓഡിറ്ററി ഓസിക്കിൾസിൽ. എയർ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കണ്ടക്ഷൻ ഓഫ് സൗണ്ട് വേവ്സ് ത്രൂ എയർ ഇൻ മിഡിൽ ഇയർ. മിഡിൽ ഇയറിലുള്ള ഒരു എയർ ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ആണ്. If the ossicular chain is broken, conduction occurs in an alternate route of air conduction. Air conduction is common in otosclerosis. Otosclerosis is the disease associated with the fixation of staples to oval window. Otosclerosis. Air conduction is common in otosclerosis. Air conduction എവിടെയാണ് കോമൺ ആയിട്ട് നിൽക്കുന്നത്, ഓട്ടോസ്ക്ലീറോസിസിലാണ് കോമൺ ആയി നിൽക്കുന്നത്. Otosclerosis is the disease associated with the fixation of staples to oval window. Okay, ഇനി മൂന്നാമത്തെയാണ് ബോൺ കണ്ടക്ഷൻ. ബോൺ കണ്ടക്ഷൻ is the conduction of sound waves through middle ear by bones. അപ്പം മിഡിൽ ഇയറിൽ വരുന്ന വേറൊരു സൗണ്ട് വേവ്സ് കണ്ടക്ഷൻ ആണ് ബോൺ കണ്ടക്ഷൻ. It occurs
when middle ear is affected. In this type of condition, sound waves are transmitted to cochlear fluid by the vibration set up in skull bones. ഈ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? സൗണ്ട് വേവ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ടു കോക്ലിയർ ഫ്ലൂയിഡ് ബൈ വൈബ്രേഷൻ കാരണം സെറ്റപ്പ് ഇൻ സ്കൾ ബോൺസിൽ. ബോൺ കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് ബൈ പ്ലേസിംഗ് വൈബ്രേറ്റിംഗ് tuning forks or other vibrating bodies directly on the skull. This rod plays a role in transmission of extremely loud sounds ഒക്കെ ഉണ്ടാവുന്ന ബോൺ കണ്ടീഷൻ എന്ന് പറഞ്ഞത് ടെസ്റ്റഡ് ബൈ പ്ലേസിംഗ് വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. ഒരു ട്യൂണിംഗ് ഫോർക്കൊക്കെ വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട്സുകളൊക്കെ ഓർ അതർ വൈബ്രേറ്റിംഗ് ബോഡീസ് ഡയറക്ട്ലി ഓൺ സ്കളിലേക്ക് എത്തുന്നത്. ദ റോഡ് പ്ലേസ് ഓർ റോൾ ട്രാൻസ്മിഷൻ ഓഫ് എക്സ്ട്രീംലി ലൗഡ് സൗണ്ട്സിലൊക്കെയാണ് ബോൺ കണ്ടക്ഷൻ്റെ ആവശ്യം. പിന്നെ റോൾ ഓഫ് ഈസ്റ്റേഷൻ ട്യൂബ്. അപ്പോൾ റോൾ ഓഫ് മിഡിൽ ഇയറിൽ വരുന്നതാണ് റോൾ ഓഫ് ടിംബാനിക് മെംബ്രെയിൻ, റോൾ ഓഫ് ഓഡിറ്ററി ഓസിക്കിൾസിൽ, പിന്നെ റോൾ ഓഫ് ഈസ്റ്റേഷൻ ട്യൂബ്. റോൾ ഓഫ് ഈസ്റ്റേഷൻ tube is not concerned with hearing directly. However, it is responsible for equalizing the pressure on either side of tympanic membrane. Tympanic membrane either സൈഡിലും എന്താണ് ഈക്വലൈസ് ചെയ്യുക, പ്രഷർ ഈക്വലൈസ് ചെയ്യുന്നതിനാണ് റോൾ ഓഫ് ഈസ്റ്റേഷൻ ട്യൂബ്. ഈസ്റ്റേഷൻ ട്യൂബ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ഹിയറിംഗ് ഡയറക്ട്ലി. ഹവർ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഈക്വലൈസിങ് ദ പ്രഷർ ഓൺ either സൈഡ് ഓഫ് tympanic membrane. ഓക്കെ, അപ്പോൾ അതാണ് മിഡിൽ ഇയറും എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. നമ്മളിനി അടുത്തത് നോക്കുന്നത് റോൾ ഓഫ് ഇന്നർ ഇയർ ആണ്. റോൾ ഓഫ് ഇന്നർ ഇയർ. ഓക്കെ, റോൾ ഓഫ് ഇന്നർ ഇയറിൽ പറഞ്ഞത് ട്രാവലിംഗ് വേവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ എക്സിറ്റേഷൻ ഓഫ് ഹെയർ സെൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഓർ കോക്ലിയർ മൈക്രോഫോണിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നുണ്ട്. റോൾ ഓഫ് ഹെയർ സെൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻഡോ കോക്ലിയർ പൊട്ടൻഷ്യൽ ഓർ എൻഡോലിംഫിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ഓഡിറ്ററി നെർവ് ഫൈബറിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ തിയറീസ് ഓഫ് സൗണ്ട് ഗ്രൂപ്പ്സ് ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. അത്രയാണ് എന്തിൽ പറയുന്നത് ഇന്റേണൽ ഇയറിൽ വരുന്നത്. ട്രാവലിംഗ് വേവ് നോക്കാം, ഇന്നർ ഇയറിൻ്റെ. ഓക്കെ, മൂവ്മെന്റ് ഓഫ് ഫുട് പ്ലേറ്റ് ഓഫ് സ്റ്റേപ്പസ് അഗെയിൻസ്റ്റ് ഓവർ വിൻഡോ causes movement of perilip in scala vestibuli. This fluid does not move all the way from oval window to round window through helicotrema. It immediately hits the vestibular membrane near oval window. This causes movement of fluid in scala media since the vestibular membrane is flexible. Travel wave പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഓഫ് ഫുട് പ്ലേറ്റിലെ മൂവ്മെന്റ് ഓഫ് സ്റ്റേപ്പസ് എഗെയിൻസ്റ്റ് ഓവൽ വിൻഡോ. എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഇംപെഡന്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇംപെഡൻസ് മാച്ചിങ് ഓർമ്മ ഉണ്ടോ? അപ്പൊ ട്രാവലിംഗ് വേവിൽ എന്താ പറയുന്നത്? മൂവ്മെന്റ് ഓഫ് ഫുട് പ്ലേറ്റ് ഓഫ് സ്റ്റേപ്പസ് എഗെയിൻസ്റ്റ് ഓവൽ വിൻഡോ കോസസ് മൂവ്മെന്റ് ഓഫ് പെരിലിംഫ് ഇൻ സ്കാല വെസ്റ്റിബുലി. This fluid does not move all the way from oval window to round window through helicotrema. It immediately hits the vestibular membrane near oval window. This causes movement of fluid in scala media since the vestibular membrane is flexible. So, what in role of inner ear what we say? Travel wave. About travel wave, the movement of foot plate of staples against oval window cause movement of perilymph in scala vestibuli. Scala vestibuli, the foot plate of staples
movement against the oval window will cause movement of perilymph. സ്കാല വെസ്റ്റിബിള് ഈ ഫുഡ് പ്ലേറ്റിൻ്റെ സ്റ്റേപ്പസിലുള്ള ഫുഡ് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓവൽ വിൻഡോക്ക് എഗെയിൻസ്റ്റ് ആകുമ്പോൾ അത് എന്തിനെ ബാധിക്കും? പെരിലിംഫ്, മൂവ്മെന്റ് ഓഫ് പെരിലിംഫിനെയും ബാധിക്കും. ദിസ് ഫ്ലൂയിഡ് ഡസ് നോട്ട് മൂവ് ഓൾ ദ വേ ഫ്രം ഓവൽ വിൻഡോ. ഈ ഫ്ലൂയിഡ് എന്തല്ല എല്ലാ ഓവൽ വിൻഡോക്കും മൂവ് ചെയ്യുന്നതല്ല. ഓക്കെ, പെരിലിംഫൽ ഫ്ലൂയിഡ്. ഓക്കെ, ടു റൗണ്ട് വിൻഡോ ത്രൂ ഹെലിക്കോട്രിമ. പെരിലിംഫിലത്തെ ഫ്ലൂയിഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? റൗണ്ട് വിൻഡോന്ന് ഹെലിക്കോട്രിമയ്ക്കാണ് പോകുന്നത്. ഇറ്റ് ഇമീഡിയറ്റ്ലി ഹിറ്റ്സ് ദ വെസ്റ്റിബുലാർ മെംബ്രെയിൻ നിയർ ഓവൽ വിൻഡോ. അത് എന്ത് ചെയ്യും? ഓവൽ വിൻഡോയിലുള്ള വെസ്റ്റിബുലാർ മെംബ്രെയിൻ്റെ നിയർ ആയിട്ടുള്ള ഓവൽ വിൻഡോയിൽ പെട്ടെന്ന് ഹിറ്റ്സ് ആവും. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ സ്റ്റേപ്പസിൽ ഉള്ള ഫുഡ് പ്ലേറ്റ് അതിൻ്റെ മൂവ്മെൻറ്റ് ഓവൽ വിൻഡോക്ക് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ എന്താവും? പെരിലിംഫ്, സ്കാല വെസ്റ്റിബുലിലുള്ള പെരിലിംഫിന്റെ മൂവ്മെന്റിനെ അത് കോസ് ചെയ്യും. ഈ പെരിലിംഫ് ഒരു ഫ്ലൂയിഡാണ്, ഡസ് നോട്ട് മൂവ് എല്ലാ ഓവൽ വിൻഡോയ്ക്കും ഈ പെരിലിംഫ് ഫ്ലൂയിഡ് പോകണമെന്നില്ല. ഓക്കെ, അതെന്താ പിന്നെ ചെയ്യുന്നത്? റൗണ്ട് വിൻഡോ കൂടെ പോയിട്ട് ഹെലിക്കോട്രിമേക്കാണ് എത്തുന്നത്. ഇറ്റ് ഇമീഡിയറ്റ്ലി ഹിറ്റ്സ് ദ വെസ്റ്റിബുലാർ മെംബ്രെയിൻ നിയർ ഓവൽ വിൻഡോ. പിന്നെ എന്താ ചെയ്യുന്നത്? ഓവൽ വിൻഡോയിലുള്ള വെസ്റ്റിബുലാർ മെംബ്രെയിനിൽ നിയർ ആയിട്ടുള്ള ഓവൽ വിൻഡോയിലുള്ള അതായത് ഇമ്മീഡിയറ്റ്ലി ഹിറ്റ്സ് ആക്കും. ദിസ് കോസ് മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ സ്കാല മീഡിയ. സ്കാല മീഡിയയിലുള്ള ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിന് ഇത് തുടക്കമാവും. സിൻസ് ദ വെസ്റ്റിബുലാർ മെംബ്രെയിൻ ഈസ് ഫ്ലെക്സിബിൾ. മൂവ്മെന്റ് ഓഫ് ഫ്ലൂയിഡ് ഇൻ സ്കാല മീഡിയ കോസ് ബൾഗിംഗ് ഓഫ് ബാസൽ പോർഷൻ ഓഫ് ബാസിലാർ മെംബ്രെയിൻ ടുവേർഡ്സ് സ്കാല ടിംബാനി. അതായത് സ്കാല മീഡിയയിലുള്ള ഫ്ലൂയിഡിന്റെ മൂവ്മെന്റിന് ബൾഗിൻ ബാസിലാർ മെംബ്രെയിനിലെ ബാസൽ പോർഷനിൽ കോസ് ആവും ടുവേർഡ്സ് സ്കാല ടിംബാനി. സ്കാല ടിംബാനിലും കോസ് ആവും. ബൾഗിൻ ഓഫ് ബാസിലാർ മെംബ്രെയിൻ ഇൻക്രീസ് ദ ഇലാസ്റ്റിക് ടെൻഷൻ in basilar fiber in that portion of basilar membrane. Elastic tension in basilar fiber initiates a wave which travel along basilar membrane towards a helicotrema like that of arterial pulse wave. It is called traveling wave. ഇനി റെസണൻസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? റെസണൻസ് പോയിന്റ് ഈസ് ദ പാർട്ട് ഓഫ് ബാസിലാർ മെംബ്രെയിൻ. ബാസിലാർ മെംബ്രെയിനിന്റെ ഒരു പോയിന്റ് ആണ് റെസണൻസ് പോയിന്റ് പറയുന്നത്, വിച്ച് ഈസ് ആക്ടിവേറ്റഡ് ബൈ ട്രാവലിംഗ് വേവ്. ഇൻ ദ ബിഗിനിങ് ഈച്ച് ട്രാവലിംഗ് വേവ് ഈസ് വീക്ക്. Okay, while traveling through basilar membrane from base towards apex helictroma, the wave becomes stronger and stronger, and at one point, the resonance point of basilar membrane, it becomes very strong and activates the basilar membrane. This resonance point of basilar membrane immediately vibrates back and forth. The traveling wave stops here and does not travel further. Distance between staples and resonance point is inversely proportional to frequency of sound waves reached in the ear. Traveling wave generated by high-pitched sounds disappears near the base of cochlea. Waves generated by medium-pitched sound reach half of the way, and waves generated by low-pitched sounds travel in the distance basilar membrane. Still Okay. The properties of sounds നോക്കാം. പിച്ച്, ലൗഡ്നെസ്. പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് ഡിപ്പെൻഡ്സ് upon the frequency of sound waves. The frequency of sound is expressed in hertz.
Frequency of sound audible in human ears lies between 20 and 20,000 hertz or cycle or second. The range of greater sensitivity lies between 2000 and 3000 hertz. Loudness or intensity, which depends upon the amplitude of sound waves. It is expressed in dB. The threshold intensity of sound wave is not constant. It varies in accordance to the frequency of sound. Sound loudness അല്ലെങ്കിൽ intensity എന്താണ് dB എന്ന് പറയും. Expressed in decibel. The threshold intensity of sound wave is not constant അല്ല. It varies according to the frequency of sound. സൗണ്ടിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മാറും. ലൗഡ്നെസ്സിൻ്റെ പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനം കേൾക്കാൻ 20 to 20,000 ഹെഡ്സ് ആണ് ഒരു സംഭവം കേൾക്കാനുള്ളത്. The range greater sensitivity lies between 2000 to 3000 ഹെഡ്സ്. സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ ഒരു കേട്ട കാര്യം ഇങ്ങനെ ഓർത്ത് ഇതാക്കാൻ പറ്റുക. ഓക്കെ, അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട്സ്. പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട്സ് ഏതൊക്കെയാണ്? പിച്ച്, ലൗഡ്നെസ്, ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട്സിൽ പറഞ്ഞത്. ഇനി അപ്രീസിയേഷൻ ഓഫ് പിച്ച് ഓഫ് ദ സൗണ്ട് തിയറീസ് ഓഫ് ഹിയറിംഗ്. The many theories are postulated to explain the mechanism by which the pitch of the sound is appreciated or the frequency is analyzed. These theories are generally classified into two groups. According to first group, data analyze sound frequency is the function of cerebral cortex and the cochlea merely transmit the sound. According to second group of theory, the frequency analysis is done by cochlea, which later sends the information cerebral cortex. രണ്ട് തിയറിയാണ് ഹിയറിങ്ങിനെ കുറിച്ച് പറയുന്നത്. ഒരു തിയറിയിൽ എന്താ പറയുന്നത്, എന്താണ് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി അത് എന്ത് ചെയ്യാണ് സെറിബ്രൽ കോർട്ടെക്സിൽ പോവുകയാണ്, പിന്നെ കോക്ലിയക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് സൗണ്ടായിട്ട്. സൗണ്ടിൻ്റെ ഫ്രീക്വൻസി സെറിബ്രൽ കോർട്ടെക്സിൽ പോവുകയാണ്, പിന്നെയാണ് എന്ത് ചെയ്യണത് കോക്ലിയായിട്ട് റിലേറ്റ് ചെയ്തത് സൗണ്ട് ആവുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താ പറയുന്നത്, തിയറി എന്താ പറഞ്ഞത്, കോക്ലിയയിലുള്ള ഫ്രീക്വൻസി, കോക്ലിയയിൽ നിന്നാണ് ഫ്രീക്വൻസി, അതെന്ത് ചെയ്യാണ് സെറിബ്രൽ കോർട്ടെക്സിൽ പോവാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് കോക്ലിയക്ക് പോവുകയാണ്, സൗണ്ട് എന്ത് ചെയ്യുക ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് സെറിബ്രൽ കോർട്ടെക്സിൽ നിന്ന് കോക്ലിയക്ക് പോവാണ്. പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പ് കോക്ലിയെന്ന് സെറിബ്രൽ കോർട്ടെക്സ്. അതാണ് രണ്ട് തിയറി. അപ്പോൾ തിയറീസ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പിനെ പറയുന്നത് എന്താണ്, ടെലിഫോൺ തിയറി ഓഫ് റദർഫോർഡ്, ടെലിഫോൺ തിയറി ഓഫ് റദർഫോർഡ്. പിന്നെ വോളി തിയറി ഉണ്ട്. തിയറി ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ് ഏതൊക്കെയാണ്, റെസനൻസ് തിയറി, ഹെൽംഹോൾസ് പ്ലേസ് തിയറി ഉണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ തിയറി ഉണ്ടോ ട്രാവലിംഗ് വേവ് തിയറി ഉണ്ട്. ഓക്കെ, ലൊക്കേഷനോ സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ലൊക്കലൈസേഷൻ ഈസ് ദ എബിലിറ്റി ടു ഡിറ്റക്ട് ദ source from the where sound is produced or the direction through which sound wave is traveling. It is important for survival, and it helps to protect us from moving objects such as vehicles. Cerebral cortex and medicals in your body are responsible for localization of sound. Localization of sound പറഞ്ഞാൽ sound localization is the ability to detect the source from where sound is produced. സൗണ്ട് എവിടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ or direction through sound, direction through which sound wave is traveling. സൗണ്ട് വേവ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഡിറക്ഷനും എവിടുന്നാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. It is important for survival, and it helps to protect us from moving objects such as vehicles. Cerebral cortex and medial geniculate body are responsible for localization of sound. Appreciation of loudness of sound. Appreciation of loudness of sound depend upon the activities of auditory nerve fiber.
intensity or loudness of sound correlate with into factors, rate of discharge from the individual fiber of auditory nerve, total number of nerve fiber discharging. Traveling wave theory എന്താ പറയുന്നത്? From place theory emerged yet another theory called traveling wave theory. This theory explains how the traveling wave is generated in the basilar membrane. Development, generation, movement, and disappearance of traveling wave are already described earlier in this chapter. Okay. ഇനി കുറച്ച് ഡിഫക്ട്സ് ആണ്. എന്തൊക്കെയാണ്? ബോയിലർ മേക്കേഴ്സ് ഡിസീസ്, ഹൈ ടൂൺ ഡിഫൻസ്, ഹൈ ഫ്രീക്വൻസി ഉണ്ടാകുന്നത്, പോയിന്റ് ടു പോയിന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബാസിലർ മെംബ്രെയിൻ ഓഡിറ്റിക്ക കോസസ്. ബോളിയർ മേക്കേഴ്സ് ഡിസീസ് പറഞ്ഞാൽ if a person is exposed to a loud noise of a particular frequency for a long period, he becomes deaf for that frequency. It is found that the specific portion of organ of corti is destroyed as case long period ആയിട്ട് വലിയ സൗണ്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ വരുന്ന ഡിസീസ് ഡിഫക്ട്സ് ആണ് ഇത് ബോയിലർ മേക്കേഴ്സ് ഡിസീസ്. ഹൈ ടൂൺ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ഹ്യൂമൻ high tone defense there is degeneration of organ of corti near the base of cochlea and degeneration of nerve supply in cochlea near base. കോക്ലിയക്കുള്ള നെർവ് സപ്ലൈ ഒക്കെ കുറയുമ്പോഴൊക്കെയാണ് എന്ത് പറയുന്നത് ഹൈ ടോൺ ഡിഫൻസ് ചെയ്യുന്നത്. ഇൻ എക്സ്പെരിമെന്റൽ അനിമൽ ദ ഡിസ്ട്രക്ഷൻ ഓഫ് പോർഷൻ ഓഫ് organ corti occurs by exposing the animal to loud noise of particular frequency. Okay, അത്രയാണ് അതിൽ പറയാനുള്ളത്.